കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ എക്സാം സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ പല കുട്ടികൾക്കുള്ള മനസ്സിലുള്ള ചില സംശയങ്ങളാണ്. ഒന്നാമത്തത്, പഠിക്കാനുള്ള ഏറ്റവും നല്ല സമയം ഏതാണ്? രണ്ടാമതായിട്ട്, പഠിക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മൊത്തം പഠിക്കണം അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി? മൂന്നാമതായിട്ട്, എങ്ങനെ പഠിച്ചാലാണ് ഫുൾ മാർക്ക് കിട്ടുക? ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം, നിങ്ങൾ ഏത് സമയം പഠിച്ചാലും, എപ്പം രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന സമയം ഏതാണോ അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന സമയം. ചില ആളുകൾക്ക് രാവിലെ പഠിച്ചാലായിരിക്കും നന്നായിട്ട് മനസ്സിലാവുക, ചില ആളുകൾക്ക് രാത്രി പഠിച്ചാലായിരിക്കും നന്നായിട്ട് മനസ്സിലാവുക. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ പഠിച്ചാലാണോ രാത്രി പഠിച്ചാലാണോ എപ്പോഴാണോ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത് ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും നന്നായിട്ട് പഠിക്കുക. രണ്ടാമതായിട്ട്, ടെക്സ്റ്റ് ബുക്ക് മൊത്തം പഠിക്കണോ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി? ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മൊത്തം പഠിക്കാനുള്ള സമയമില്ല, പക്ഷേ നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കണം. കോൺസെപ്റ്റ് അല്ലെങ്കിൽ കോണ്ടന്റ് നിങ്ങൾ കറക്റ്റാക്കി പഠിച്ചാൽ മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഐഡിയാസും കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ കയറുള്ളൂ. അപ്പം ടെക്സ്റ്റ് ബുക്കിലെ കോൺസെപ്റ്റും കോണ്ടന്റും ക്ലിയർ ആക്കിയതിന് ശേഷം ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്ത് PYQs ഉണ്ടെങ്കിൽ ആ PYQs റെഫർ ചെയ്ത് നന്നായിട്ട് പഠിക്കുക. ഇനി എങ്ങനെ പഠിക്കണം? നിങ്ങൾ പഠിച്ചത് മറക്കാതിരിക്കാനായിട്ട് റിവിഷൻ നടത്തുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. പ്രോപ്പർ റിവിഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പഠിക്കുമ്പോൾ പ്രോപ്പറായിട്ട് റിവിഷൻ നടത്തണം. അതിലൂടെ ഷോർട്ട് നോട്ടുകൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കിയിട്ട് പഠിക്കട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ തന്നെ മറ്റൊരാളുടെ ഷോർട്ട് നോട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ നല്ലത് നിങ്ങൾ തന്നെ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് പ്രോപ്പർ റിവിഷനിലൂടെ പഠിക്കുക. ശനി ഞായർ അടക്കമുള്ള ഫ്രീ സമയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഫ്രീ സമയത്ത് നിങ്ങൾ മാക്സിമം പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. ഇപ്പോൾ ക്ലാസ്സുകളൊന്നും എടുക്കുന്നില്ല, സ്കൂളൊക്കെ ഫ്രീ ടൈം ആണെങ്കിൽ നിങ്ങൾ സ്കൂളുള്ള സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ കമ്പൈൻ സ്റ്റഡി നടത്തിയിട്ട് ഡിസ്കഷനിലൂടെ പഠിക്കുന്നത് നിങ്ങളുടെ ഈസി ആയിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കും. പിന്നെ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡൗട്ട് വരികയാണെങ്കിൽ ആ ഡൗട്ട് മാർക്ക് ചെയ്തിട്ട് പിന്നെ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ ടീച്ചേഴ്സിനോട് ചോദിക്കുക. നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്തില്ല എന്നുള്ളത് ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്, അവരതിന് ബാധ്യസ്ഥരാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗട്ടുകളൊക്കെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ചെയ്തോ ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഒരു കാരണവശാലും സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കരുത്. പിന്നെ നിങ്ങൾക്ക് അത് അടുത്ത ടോപ്പിക് പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ രീതിയിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾ നേടാൻ പറ്റും. നന്നായിട്ട് പഠിക്കുക. ഒരു പ്രോപ്പർ സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ഉറക്കം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കും.